പാലക്കാട് മണ്ണാർക്കാട് ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസിന്റെ ഡോറ് തെറിച്ചുപോയ സംഭവത്തിൽ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. ചട്ടങ്ങൾ പാലിക്കാതെയാണ് തച്ചമ്പാറയിലെ ദേശബന്ധു സ്കൂളിലെ ബസ്സുകൾ പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തി. സ്കൂൾ ബസ്സുകൾക്ക് പെർമിറ്റും ഇൻഷുറൻസും ഫിറ്റ്നസും ഇല്ല. ക്രമക്കേടുകൾ കണ്ടെത്തിയ 8ഓളം വാഹനങ്ങൾക്കെതിരെ കേസെടുത്ത് 30,000 രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസിന്റെ ഡോറ് തെറിച്ചു വീണത്. സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന കഴിഞ്ഞ 2 ആഴ്ച തികയും മുമ്പാണ് സംഭവം ഉണ്ടായത്. ഡോർ തെറിച്ചു വീണ സമയത്ത് റോഡിലൂടെ കുട്ടികളോ മറ്റ് യാത്രക്കാരോ ഇല്ലാതിരുന്നതും വലിയൊരു അപകടം ഒഴിവാക്കി. അതേസമയം അടിയന്തര ഘട്ടത്തിൽ മറ്റൊരിടത്തു നിന്നും എത്തിച്ച ബസ്സാണിതെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. ഏതായാലും പാലക്കാട് മണ്ണാർക്കാടാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസിന്റെ ഡോറാണ് തെറിച്ചു പോയത്. ഈ ഒരു സംഭവത്തിൽ എന്തായാലും ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ചട്ടങ്ങൾ പാലിക്കാതെയാണ് ഇത്തരത്തിൽ തച്ചമ്പാറയിലെ ദേശബന്ധു സ്കൂളിലെ ബസ്സുകൾ പ്രവർത്തിക്കുന്നത് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഈ ഒരു സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സ്കൂൾ ബസ്സുകൾക്ക് പെർമിറ്റും ഇൻഷുറൻസും ഫിറ്റ്നസും ഇല്ല എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ക്രമക്കേടുകൾ കണ്ടെത്തിയ 8ഓളം വാഹനങ്ങൾക്കെതിരെ കേസെടുത്ത് 30,000 രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസിന്റെ ഡോറാണ് തെറിച്ചു വീണത്. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന കഴിഞ്ഞ 2 ആഴ്ച തികയും മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഡോറ് തെറിച്ചു വീണ സമയത്ത് റോഡിലൂടെ കുട്ടികളോ അല്ലെങ്കിൽ മറ്റ് യാത്രക്കാരോ ഇല്ലാതിരുന്നതും വലിയൊരു അപകടം തന്നെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അടിയന്തര ഘട്ടത്തിൽ മറ്റൊരിടത്തു നിന്നും എത്തിച്ച ബസ്സാണിത് എന്നതാണ് അധികൃതരുടെ വിശദീകരണം.